ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, പറഞ്ഞോളൂ. വന്ന് കേറിയിട്ടില്ല, അപ്പൊ എന്തൊക്കെയാണ് ഉറക്കൊക്കെ ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേൾഡിലുള്ള ഫ്ലാഗ് ഇല്ലേ, ഓരോ ഫ്ലാഗുകളും നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് നമ്മുടെ ഇവിടെ കാണിച്ചു തരും. അതേതാണെന്ന് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ കൈപൊക്കിയിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബെല്ല് ഇവിടെ കൊണ്ടുവരുന്നു. അതെല്ലാം എടുത്തിട്ട് പുറത്തുന്നല്ലോ. ഈ ബെല്ല് ഇവിടെ തരും. ഈ ബെല്ല് അറിയുന്ന ഉത്തര ഫോട്ടോ കാണിച്ചിട്ട് അടിക്കുക. ഇതാണ് നമ്മുടെ ബെല്ല്. എല്ലാവർക്കും അറിഞ്ഞൂടെ? അപ്പൊ എന്താ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്പോൺസർ ഓക്കെ. എത്രയാണാവോ? മെല്ലെ മെല്ലെ കിളിക്കൂല്ലേ? ഗോപികന്റെ കയ്യിലെല്ലാം കാണിക്ക്, സമയം പോയി. അപ്പോൾ 350 രൂപയാണ്. 350 ഒരു മന്തിയുടെ പൈസ. ഒരു മന്തിയല്ല, എത്ര മന്തി അല്ലേ? 350 അടിച്ച തയ്യണി. 350 രൂപയാണ് ഇന്നത്തെ പ്രൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ പ്രൈസ് എന്താ? 350 രൂപയാണ്. രണ്ടാളും കൂടിയാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു? അതല്ല, തുടങ്ങുന്നതാണല്ലോ. അപ്പൊ നമുക്ക് വേറെ ചലഞ്ചിലേക്ക് പോയിട്ട് വരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അറിയുന്ന ആൾക്കാർ ഈ ഫ്ലാഗ് ഏതാണ് ഇവിടെ വെക്കണം. ആദ്യം എടുത്ത് കൈ പിടിച്ചേക്കുന്ന ഇതാ ഇവിടെ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരാന്ന് വെച്ചാ എടുക്ക, ഉത്തരം പറയാ. ഇതാ ഈയിലേക്ക് നോക്ക്. അറിയാ എന്നാ പറഞ്ഞോ. Germany is the first question. Is wonderful question. ശരിത്തരാണ്. ഇതെന്താണ് കിളിമാറിയിട്ടോണ്ടിരിക്കുന്നത്? അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. മണി എടുത്തിട്ട് ഇത് ഏതാണ്? മാർക്ക് ഓർത്ത് വെക്കണം. രണ്ടാണ് മാർക്ക് പോകാൻ പാടില്ല. ഇത് ഏതാണ് ക്വസ്റ്റ്യൻ? അല്ല, ഏതാണ് ക്വസ്റ്റ്യൻ അല്ല, ഏതാണ് ഫ്ലാഗ്? പിടുത്തില്ല. ഞാൻ പറഞ്ഞ തെറ്റിയാല് പോയി പോവും. തെറ്റ് പറഞ്ഞാൽ മാർക്ക് പോവും. ഇത് സംഭവം മനസ്സിലാവില്ല. ഉത്തരം അറിയാം, അറിയൊക്കെ പറയാം. അറിയാം, തെറ്റ് വരൂല. അപ്പൊ പറഞ്ഞോ. ഫ്രാൻസ് അല്ലേ? ഫ്രാൻസ് അല്ലേ എന്ന് ചോദിക്കുന്നത്. ഫ്രാൻസ് ആണോ അല്ലേ? റൈറ്റ് ആൻസർ. ഇപ്പൊ എത്ര മാർക്ക്? 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേഗം പോവാ, കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. 2, 3, 4, 5. എന്താണ്? മരണ വീട്ടിലോ പോലെ അറിയില്ല. സ്പെയിൻ അറിയില്ലല്ലോ. ഇനി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞോ. 1. ഐസ്ലാൻഡ്. റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ആലോചിക്കാൻ. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ഇന്ന് അട്ടിമറി വിജയങ്ങൾ ഇവിടെ സംഭവിക്കും. 2, 2, 2. 1, 2, 3, 4. മാർക്ക് നഷ്ടാവോ? പേടിച്ചിട്ടാ പറയാത്ത. അറിയാം, ഒരുവിധം അറിയാം. ഒരു ഇത് ഉറപ്പില്ല, അതുകൊണ്ടാണ് പറയണ്ട. മാർക്ക് പോവും. 5. നോർവേ. ഓ, നോർവേ. 1. നോക്കണ. 2. എന്താ? കാനഡ. റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അർജന്റീന. റൈറ്റ് ആൻസർ. എനിക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. മാർക്ക് ഓർക്കണേ. എന്താ സാധനം കിളി മാറി നിൽക്കുന്നത്? പറഞ്ഞോ, ഏതാ? റൈറ്റ് ആൻസർ. ഇങ്ങനെ ഇരുന്നോ. നെക്സ്റ്റ്. എത്ര മാർക്കായി? 4, 2,
നെക്സ്റ്റ് പറഞ്ഞോ മെക്സിക്കോ റൈറ്റ് ആൻസർ അതെ മെക്സിക്കോ 4 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലല്ല എടുക്കണം പറയണം ഇപ്പൊ മണിക്കടി ഉണ്ടാക്കിയോണ്ടില്ലേ ഓക്കെ പറഞ്ഞോ അറിയെങ്കിൽ പറയാം അല്ലെങ്കിൽ എനിക്ക് പോവാം പോ രണ്ടും പോ ശരിക്കും കണ്ടോട്ടത് ഇതാ ഫ്ലാഗ് ഇതാ അറിയാം എന്താ എന്താ ഇത് നേരത്തെ പറഞ്ഞ കളറില്ലേ ഇറ്റലി റൈറ്റ് ആൻസർ കൂളിയാട്ടാ നേരത്തെ കളർ അടുത്ത ഈസി ക്വസ്റ്റ്യൻ എന്താണ് ആർക്കറിഞ്ഞൂടെ അറിയാ 1 2 3 4 5 സമയം കഴിഞ്ഞാൽ വെച്ചേക്ക് അടിക്കാണ്ട് അറിയാ അടിച്ചില്ല ഗൈസ് ഇവിടുന്ന് മണിയെടുത്തിട്ട് അടിച്ചില്ല സമയം കഴിഞ്ഞ് അറിയാലോ ജപ്പാനല്ലേ നിങ്ങൾ അറിഞ്ഞിട്ട് കഴിയില്ല മാർക്ക് അറിഞ്ഞോ 4 അല്ലേ ഇല്ല ഇത് തരൂല എനിക്ക് 3 4 3 പോയിക്കൊണ്ടിരിക്കുന്നേ ക്വസ്റ്റ്യൻ എന്താ അടിച്ചേ കുറച്ച് പറഞ്ഞോ റൈറ്റ് ആൻസർ ഞാൻ ആദ്യം വെച്ച് ഇന്ത്യയാണ് പക്ഷെ നടുവൊരു സാധനമില്ല അടുത്ത ക്വസ്റ്റ്യൻ പോർച്ചുഗൽ റൈറ്റ് ആൻസർ നമ്മൾ ഒരുപാട് കണ്ടത് മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ആളെ പൊക്കി പിടിച്ചോ 1 2 എന്താ റൈറ്റ് ആൻസർ 1 2 3 4 ആരും എടുക്കുന്നില്ല 5 ആളെ പൊക്കി പിടിച്ചോ മണി അടിക്കണ്ട എനിക്ക് പറയണ്ട ഗൈസ് ഇത് പെറു ഇപ്പൊ എത്ര 5 തരല്ലേ 1 2 3 ചിരിച്ചു കഴിഞ്ഞാ എനിക്കൊന്നും പറഞ്ഞേക്ക് 5 മിനിറ്റ് ഞാൻ നടത്തുന്നേണ്ട അത് ചിരിച്ചാലും കഴിച്ചു കുറച്ചെല്ലാം കഴിച്ചു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് കൊറേ നേരം ഇരുന്ന് കുറച്ചായിട്ട് ചോദിക്കാം ചിരിച്ചു പണി അടിക്കാനെന്ന് പറഞ്ഞാലും കൊറേ നേരം കഴിച്ചു കൊറേ നേരം നിന്നിട്ട് കൊറേ നേരം കേൾക്കുന്നുള്ള ചേടി കേൾക്കുന്നില്ലേ അറിയാം അത് പറ്റൂല അറിഞ്ഞ അടിക്കരുത് ഇതെന്താ അറിഞ്ഞൂടല്ലോ കൊളംബിയ കേട്ടിക്കോ കേട്ടിനാ കേട്ടിന് അടുത്ത ക്വസ്റ്റ്യൻ 1 2 3 അങ്ങനത്തെ അഞ്ചില്ലാതെ കഴിച്ചില്ല ഇതായതാന്ന് പറ ഒരു സെക്കൻഡ് കൊടുത്താ ഇല്ല നൈജീരിയ റൈറ്റ് ആൻസർ മണി ഇവിടെ വെക്കുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞു എന്താണ് ഈ അടി ആളടുത്ത് അടിക്കുന്ന പറഞ്ഞു പോളണ്ടിനത്തോട്ട് കളിക്കുന്നത് റൈറ്റ് ആൻസർ 6-6 ടൈപ്പ് നിർത്തണ ചേട്ടുന്നുണ്ടല്ലോ അത് അടുത്ത ക്വസ്റ്റ്യൻ 6-6 സെയിം
ഇതാ ക്വസ്റ്റ്യൻ 1 2 എനിക്കറിയില്ല 2 3 4 5 അറിയാത്ത ഇവിടെ അതല്ല സമയം കഴിഞ്ഞു. എത്യോപ്യ എത്യോപ്യയിലെ രാജാവ് കേട്ടിക്ക അത് ഉട്ടോപ്യല്ല ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സ്ഥല സങ്കല്പം ഓക്കെ സാങ്കല്പികം ഇല്ല ആ ഇല്ലാതെ പറയാം ഉള്ളതാ ഇല്ലാതെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ, ആ. ഇല്ലാതെ തോന്നുന്നു ഇല്ലാത്തതാ ഇല്ലാത്താണ് ഇല്ലാന്ന് തോന്നുന്നു ഞാൻ എന്താ നിർത്തണോ അങ്ങനെ ഒരു തല ഇല്ലാന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ആ. അടുത്ത ക്വസ്റ്റ്യൻ ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ എന്താ തായ്ലൻഡ് റൈറ്റ് ആൻസർ മാർക്ക് 7 7 6 7-6 ഇപ്പൊ മാർക്ക് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നേ മാർക്ക് കൊണ്ടാ എന്താ പറഞ്ഞ ശരിയല്ലേ മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 7 മാർക്കാണ് അങ്ങനെ ഓക്കെ അടുത്ത ഒരു ഈസി ക്വസ്റ്റ്യൻ അമ്മേ കയ്യെല്ലാം മാന്തി എടുത്തുകൊണ്ട് ആ പറഞ്ഞു മണി കിലിക്കിയില്ല അതിന് മാർക്ക് ഇല്ല ഇല്ല പറഞ്ഞോ ചൈന റൈറ്റ് ആൻസർ ഇപ്പൊ 7-7 പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി വാ അറിയാ മണിക്കണ്ണി ഉണ്ടാക്കുന്ന ഇതാ ഉത്തരം പറടാ ഇവരോടെല്ലാം തെറ്റി പോന്നിട്ട് ഉത്തരം പറയടാ ഉത്തരം പറഞ്ഞോ അറിയെങ്കിൽ റൈറ്റ് ആൻസർ 8-7 പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റഷ്യ റഷ്യ തെറ്റുത്തരം അവിടെ വെച്ചേക്ക്. ആ അറിയാം. ഇത് നെതർലാൻഡ്. ദൃശ്യ ഏത് ദൃശ്യാണ്? റഷ്യൻ ഇത് നേരെ തല തിരിച്ചറിയുന്നേ. ഓക്കെ ഇതെന്നാ മണികൾ കിക്കില്ല പറഞ്ഞിക്കില്ല എല്ലാവരും ഉൾപ്പെടുത്തി പറഞ്ഞാൽ നിൽക്കും. പക്ഷെ എന്താ തെറ്റുത്തരാതെ അല്ല ശരി ഉത്തരം പക്ഷെ മാർക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം അറിയാവുന്ന പെട്ടെന്ന് കൈയടിക്കുക, അല്ലാതെ പഞ്ചാബ് വിട്ടു. സൗത്ത് കൊറിയ. റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് സീരിയസ് ആണോ? ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലല്ലേ, ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. കുരിശി ഇതറിയില്ല. അറിഞ്ഞൂടാ മിണ്ടാണ്ടിക്ക്. എന്തും പറയല്ല. 1 2 3 4 5 റെഡി. സ്വിറ്റ്സർലാൻഡ് കേട്ടിട്ടുണ്ടോ? യാ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ പഠിപ്പിനോട്ട് മറന്നുപോയി. അറിയാലും കേട്ടിരും. കേട്ടില്ല. ഫ്ലാഗ് കണ്ട ചെറിയ പിടുത്തുണ്ടല്ലേ, അറിയാം. അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷേ ഈ മണി ആദ്യം ഒഴിവാക്കിയാൽ രക്ഷപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ പാകിസ്ഥാൻ. കയ്യടിക്കമ്മേ, അല്ല, ഈ മണി ആദ്യം കയ്യിലുള്ളത്. കിളി തട്ടി നിൽക്കുന്ന തോന്നുന്നു. അറിയാമോ ഇതെന്നാ ഈ സംഭവം? ആരോ കുറി തൊട്ട പോലെ അല്ലേ? അതെ. നിങ്ങൾക്കറിയില്ല? ഇനി ചെറുപ്പത്തിൽ തുറന്നവരുണ്ട്. മഞ്ഞ ചോപ്പ് കറുപ്പ് അങ്ങനെ. അറിയാം. എടാ അതിന്റെ ഇത് പിടിച്ച് കീഴെ പിടിച്ച് ആ ചരക്കൽ അടിയാനായിട്ട് ഇതെങ്ങനെ ഉള്ളു കൈയിട്ടിട്ട് ഇങ്ങനെ അടിയാനാ. ഇന്നത്തെ വീഡിയോ മൊത്തം മൂത്രം ഇന്നത്തെ വീഡിയോ മൊത്തം ചിരിയാണ്. അറിയില്ലാലോ? 1 2 അറിയാം പറഞ്ഞോ. റൈറ്റ് ആൻസർ. ഇതെന്താണ് സംഭവം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിറയെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അറിയോ? ഞാൻ നേരത്തെ രാജ്യം നിൽക്കാൻ ചോദിക്കും. അല്ലല്ല. 1 2 ഇത് ഗിഫ്റ്റ് ബോക്സാ. ജോർജിയ എന്ന് കേട്ടിട്ടുണ്ടോ? യാ കേട്ടിട്ടുണ്ട്. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോ ആരാദ്യം എടുത്ത് അടിക്കുന്നതാണ്. അത്ര ഈസി ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കട്ടെ മണി ആദ്യം. ക്വസ്റ്റ്യൻ. ഇന്ത്യ 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 ഇന്ത്യ. ഇതാണ് അവാർഡ് പോലെ നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ ആകുമ്പോ കണ്ടിക്കില്ല. അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ തീർന്നിട്ടുണ്ട്. ഇന്നത്തെ വിജയിച്ചിട്ടുള്ളത് ഞാൻ അപ്പൊ പൈസ
175 175 175 ആക്കണം. എന്ന രീതിയിൽ എടുത്തു കൊണ്ടുപോവാ. 200 കൊടുത്തേക്ക്, ബാക്കി 50 തരും. അപ്പൊ ഇതാ പ്രൈസ് അമ്മ കൊടുക്കുവാണ്. ഫസ്റ്റ് ചൊട്ടി എടുത്തിട്ടോ, എപ്പോ ഗുപ്തൻ അങ്ങനെ ബാക്കി അമ്മയോട് വാങ്ങണേ. അല്ല, എപ്പോ ഗുപ്തൻ അങ്ങനെ ചൂട് ചായ കുടിക്കുന്ന ചൊട്ടിച്ചു. കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. 175 പോവാൻ വരവടിക്കാൻ നോക്കി. 175 ബാക്കി അമ്മേനോട് വാങ്ങണേ. കൈയടിക്കാൻ വരാം, പൈസ വാങ്ങി അവിടെ നോക്കാണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ചെറിയ എല്ലാ ഫ്ലാഗും പരിചയപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ എന്താ മണിയെടുത്ത് അടിക്കട്ടില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നും കൂടി പറയാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ല വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.